നമസ്കാരം. ഊണിനൊപ്പം സെർവ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു സൈഡ് ഡിഷാണ് ഇന്നത്തെ റെസിപ്പി, ഉള്ളിത്തീയൽ. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ഉള്ളിത്തീയൽ ഉണ്ടാക്കുന്നതിനായി ആദ്യം നമുക്ക് പുളി പിഴിഞ്ഞെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളൻ പുളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുക. 10-15 മിനിറ്റ് നേരം ഇതിങ്ങനെ ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഇത് വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കണം. കൈ ഉപയോഗിച്ച് നന്നായിട്ട് തിരുമ്മി പിഴിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. പുളി ലയിപ്പിച്ചെടുത്ത വെള്ളം നന്നായിട്ട് അരിച്ചെടുത്ത ശേഷം മാറ്റി വയ്ക്കുക. അടുത്തതായിട്ട് നമുക്ക് തേങ്ങ വറുത്തരയ്ക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഏത് തീയൽ ഉണ്ടാക്കാനാണെങ്കിലും നന്നായിട്ട് വിളഞ്ഞ തേങ്ങയാണ് നല്ലത്. തേങ്ങ വറക്കുന്നതിന് മുമ്പായിട്ട് അത് മിക്സിയുടെ വലിയ ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. ചിരകിയ തേങ്ങയെല്ലാം ഒരേ വലുപ്പത്തിലാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ക്രഷ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഇത് വറക്കുമ്പോൾ ചെറിയ പീസുകൾ ആദ്യം റോസ്റ്റ് ആവുകയും വലിയ പീസുകളായി വരുമ്പോഴേക്കും ചെറിയ പീസുകൾ കരിഞ്ഞു പോവുകയും ചെയ്യും. ഞാനിവിടെ തേങ്ങ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ. ഓവറായിട്ട് അരഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ തേങ്ങ വറുത്തെടുക്കണം. അതിനായിട്ടൊരു കടായിലോ പാനിലോ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ ചേർക്കുക. അതോടൊപ്പം തന്നെ അല്പം കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കുക. ഇനി അങ്ങോട്ട് ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണമെങ്കിലും തീയൽ ഉണ്ടാക്കുന്നതിനായി ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ ചെറുതായിട്ട് കളർ മാറാൻ തുടങ്ങുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വയ്ക്കുക. പിന്നീട് ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതിനുശേഷം ഇതുപോലെ ബ്രൗൺ കളറായി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക. ഉടൻ തന്നെ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക. ഏകദേശം 1 മിനിറ്റ് നേരം കൂടി ഇളക്കുക. തീ ഓഫ് ചെയ്ത് ഉടൻ തന്നെ ചെയ്യുന്നത് കൊണ്ട് ഈ ചട്ടിയുടെ ചൂട് മതിയാവും ഇത് റോസ്റ്റായി കിട്ടാൻ. പിന്നീട് വറുത്തെടുത്ത തേങ്ങയെ ചൂടൽപ്പം കുറയുന്നതിനായി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക. ചൂടൽപ്പം കുറഞ്ഞു കഴിയുമ്പോൾ ചെറു ചൂടോടുകൂടി തന്നെ ഒരു മിക്സിയുടെ ചെറിയ ജാറോ അരകല്ലോ ഉപയോഗിച്ച് ഇത് അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. അരയ്ക്കുമ്പോൾ ഈ തേങ്ങയ്ക്കുള്ളിലെ എണ്ണ ഇറങ്ങി ആ എണ്ണയിൽ വേണം ഇത് അരഞ്ഞു കിട്ടാൻ. ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഒന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. നമുക്ക് കാണാം, ഒരു പ്രാവശ്യം അരച്ചപ്പോൾ തന്നെ തേങ്ങയ്ക്കുള്ളിലെ എണ്ണ അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. ഇനി 2-3 പ്രാവശ്യം കൂടി അരച്ചു കഴിയുമ്പോൾ ഇതിനുള്ളിലെ എണ്ണ പൂർണ്ണമായിട്ട് ഇറങ്ങി നല്ലൊരു ഫൈൻ പേസ്റ്റ് ആയിട്ട് കിട്ടും. വറുത്തെടുത്ത തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതാണ് ഇങ്ങനൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് ഈ കളറ് കിട്ടില്ല, ഇത് വെളുത്തിരിക്കും. അതേസമയം അരച്ചെടുത്ത ശേഷം ഇതിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ആവശ്യമെങ്കിൽ മിക്സിയുടെ ജാറ് കഴുകി ഉപയോഗിക്കാവുന്നതാണ്. വീണ്ടും ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് 3 ഉണക്കമുളക് നടുവേ മുറിച്ചത് ചേർക്കുക. വളരെ പെട്ടെന്നൊന്ന് ഇളക്കിയ ശേഷം ഉടൻ തന്നെ ഇതിലേക്ക് 1.5 കപ്പ് ചെറിയുള്ളി സാമാന്യം വലുപ്പത്തിൽ നീളത്തിൽ കട്ട് ചെയ്തത്. വലുപ്പം അനുസരിച്ച് ഓരോ ചെറിയുള്ളിയും 2-4 ആയിട്ട് കട്ട് ചെയ്യാം. 4 പച്ചമുളക്, അല്പം കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഉപ്പ്. ഇനി സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഏകദേശം 3 മിനിറ്റ് നേരം ഇടവിട്ടിളക്കി വഴറ്റിയെടുക്കുക. ഏകദേശം 3 മിനിറ്റ് നേരം വഴറ്റിയ ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിലേക്ക് ചേർക്കുക. അതോടൊപ്പം തന്നെ വറുത്തരച്ച തേങ്ങയും ചേർക്കുക. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതോടൊപ്പം തന്നെ തീ കൂട്ടി വെച്ച് ഇതിനെ തിളയ്ക്കാൻ അനുവദിക്കുക. ഏകദേശം 5 മിനിറ്റ് നേരം തിളപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൊഴുപ്പോട് കൂടിയ ഉള്ളിത്തീയൽ കിട്ടും. ഇനി നിങ്ങൾക്ക് അല്പം കൂടി കൊഴുപ്പ് കൂടിയ ഉള്ളിത്തീയലാണ് ആവശ്യമെങ്കിൽ കുറച്ച് നേരം കൂടി തിളപ്പിച്ച് വറ്റിച്ച ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഉപ്പിൻ്റെ അളവൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ ചേർക്കുന്ന പുളിയുടെ അളവനുസരിച്ച് ഉപ്പിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തേണ്ടി വരും. ഉള്ളിത്തീയൽ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ദയവായി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.